കേരള PSC 2024 ചോദിച്ച വേൾഡ് ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് PYQസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കാണുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏതാണ്? അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായത് പാരീസ് ഉടമ്പടിയാണ്. 1783 പാരീസ് ഉടമ്പടിയാണ് അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യം. അപ്പോൾ ഈ അമേരിക്കൻ റവല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ അമേരിക്കൻ റവല്യൂഷൻ നടന്നത് 18ാം നൂറ്റാണ്ടിലാണ്. അമേരിക്കൻ റവല്യൂഷന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അപ്പോൾ അമേരിക്കൻ വിപ്ലവം അതിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ലെന്നായിരുന്നു. ഈ മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? ജെയിംസ് ഓട്ടിസ് ആണ്. ജെയിംസ് ഓട്ടിസ്. ഇനി അമേരിക്ക കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസ് ആണ് അല്ലെ. 1492 ക്രിസ്റ്റഫർ കൊളംബസ് ആണ് അമേരിക്ക കണ്ടുപിടിച്ചത്. നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, അദ്ദേഹം അമേരിക്ക ഇന്ത്യ എന്ന് തെറ്റിദ്ധരിച്ച് ഇന്ത്യൻസ് എന്ന് വിളിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി എന്താണ് ഈ അമേരിക്കൻ റവല്യൂഷന്റെ കാരണം നമുക്ക് നോക്കാം. 17ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് കുറച്ച് ആൾക്കാർ അമേരിക്കയിലെത്തി. ഇവരെത്തിയ കപ്പൽ ഇമ്പോർട്ടന്റ് ആണ്. മേഫ്ലർ എന്ന് പറഞ്ഞ കപ്പലിലാണ് ഇവരെത്തിയത്. അതിനുശേഷം ഇവരെന്ത് ചെയ്തു? കോളനികൾ സ്ഥാപിച്ചു. വടക്കേ അമേരിക്കയുടെ കിഴക്കേ തീരങ്ങളിൽ കോളനികൾ സ്ഥാപിക്കുന്നുണ്ട്. അപ്പൊ ഇവരെയാണ് തീർത്ഥാടക പിതാക്കന്മാർ, തീർത്ഥാടക പിതാക്കൾ എന്നൊക്കെ വിളിക്കുന്നത്, പിൽഗ്രിം ഫാദേഴ്സ് എന്ന് വിളിക്കുന്നത്. അവിടെ ഇവര് 13 കോളനികളാണ് സ്ഥാപിക്കുന്നത്. പിന്നെ ഈ കോളനികളുടെ മേധാവി അല്ലെങ്കിൽ കോളനികളെ നിയന്ത്രിക്കുന്നത് കൊളോണിയൽ മേധാവിയായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അമേരിക്കൻ റവല്യൂഷനെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ബോസ്റ്റൺ ടീ പാർട്ടി, കോണ്ടിനെന്റൽ കോൺഗ്രസ്, ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് എക്സാമിന് ചോദിക്കും കേട്ടോ. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ തന്നിട്ട് ഇതെന്തുമായി ബന്ധപ്പെട്ടതാണ്, ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ വേൾഡ് ഹിസ്റ്ററിയിൽ ചോദിക്കുന്നത്. അപ്പൊ അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി? ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയിലയ്ക്ക് ഇംഗ്ലണ്ട് നികുതി കൂട്ടി. അമേരിക്ക ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചു. അങ്ങനെ 1773 ഡിസംബർ 16 ഇംഗ്ലീഷുകാരുടെ ഒരു കപ്പൽ ബോസ്റ്റൺ തുറമുഖത്ത് എത്തിച്ചേർന്നു. ബോസ്റ്റണിലെ ഒരു വിഭാഗം ആൾക്കാർ റെഡ് ഇന്ത്യൻസിന്റെ വേഷത്തിൽ കപ്പലിൽ കയറി. കപ്പലിലുണ്ടായിരുന്ന 342 പെട്ടി തേയില എന്ത് ചെയ്തു? കടലിലേക്ക് വലിച്ചെറിഞ്ഞു, നശിപ്പിച്ചു. ഈ ഒരു സംഭവത്തിനെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി ഏത് റവല്യൂഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഈ വിപ്ലവവുമായി ബന്ധപ്പെട്ട് കോണ്ടിനെന്റൽ കോൺഗ്രസ്. എന്താണ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് നോക്കാം. ഇതിലെ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന വർഷം 1774 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് 1774. കോളനികളിൽ ഇംഗ്ലണ്ട് അടിച്ചേൽപ്പിച്ചിരുന്ന നയങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ഒത്തുചേർന്നതിനെയാണ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ ജോർജിയ കോളനിയിലെ പ്രതിനിധികൾ മാത്രമാണ് പങ്കെടുക്കാത്തത്. ഓക്കെ, ഇപ്പൊ കോണ്ടിനെന്റൽ കോൺഗ്രസ് അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാത്തത് ആരാണ്? ജോർജിയ മാത്രമാണ് കേട്ടോ. എവിടെ വെച്ചിട്ടാണ് നടന്നത്? ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് നടന്നത്. അപ്പൊ എന്താണ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് കോളനികളിൽ അടിച്ചേൽപ്പിക്കുന്ന നയങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ വേണ്ടി ചേർന്ന ആ ഒരു ഗ്രൂപ്പ് അല്ലെ, ആ ഒരു കോൺഗ്രസിന്റെ സമ്മേളനത്തിനെയാണ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് ഫിലാഡൽഫിയയിലും ജോർജിയ ഒഴികെയുള്ള ബാക്കി എല്ലാ കോളനികളും ഇതിൽ പങ്കെടുത്തു. ഇനി രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് ഫിലാഡൽഫിയയിൽ തന്നെയായിരുന്നു. ഇതില് പങ്കെടുത്ത അംഗങ്ങളിൽ നിന്നും ജോർജ് വാഷിംഗ്ടണിനെ സൈനിക തലവനായി തിരഞ്ഞെടുത്തു കേട്ടോ. ഇനി മൂന്നാമത്തെ ആണെങ്കിലും മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ഉണ്ട്. 1776 ജൂലൈ 4 നടന്നത്. ഇതിൽ വെച്ചിട്ടാണ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നത്. അപ്പൊ കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്താണെന്ന് പറഞ്ഞു. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയയിലാണ്. ജോർജിയ ഒഴികെയുള്ള ബാക്കി എല്ലാ കോളനികളും പങ്കെടുത്തു. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയയിൽ വെച്ചാണ് നടന്നത്. അതിൽ വെച്ചിട്ടാണ് ജോർജ് വാഷിംഗ്ടണിനെ സൈനിക തലവനായി തിരഞ്ഞെടുക്കുന്നത്.
മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിലാണ് പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നത് അല്ലെ. ഇതിനെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന് പറയുന്നത്. എന്നായിരുന്നു അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനം? ജൂലൈ 4 അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നത്. സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയ വ്യക്തികൾ ഇമ്പോർട്ടന്റ് ആണ്. അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരൊക്കെയാണ്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ് കേട്ടോ. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. അപ്പൊ ഈ മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസോട് കൂടിയാണ് പിന്നീട് യുദ്ധം ആരംഭിക്കുന്നത്. 1781 യുദ്ധം അവസാനിക്കുന്നു. ഇനി എക്സാമിന് ചോദിക്കും പാരീസ് ഉടമ്പടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ അതായിരുന്നു. 1783 പാരീസ് ഉടമ്പടി എന്താണ് ഒപ്പുവെച്ചു. ഇതിലൂടെ ബ്രിട്ടൻ അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുകയാണ് ചെയ്തത്. അപ്പൊ പാരീസ് ഉടമ്പടിയിലൂടെയാണ് ഈ അമേരിക്കൻ റവല്യൂഷൻ ഒരു അവസാനം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? പാരീസ് ഉടമ്പടിയാണ് അല്ലെ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാം. അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഇമ്പോർട്ടന്റ് ആണ്. ജെയിംസ് മാഡിസൺ ആണ് കേട്ടോ. ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. ഇത് നിലവിൽ വന്നത് 1789 ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇന്ത്യയുടേത്. ലോകത്തിലെ ഏറ്റവും വലിയ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. അപ്പൊ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുടേതാണ് അമേരിക്കയുടേതാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ലിഖിത ഭരണഘടനയും ആരുടേതാണ്? അമേരിക്കയുടെയാണ് കേട്ടോ. അതിൽ ഒറിജിനലി 7 ആർട്ടിക്കിൾ മാത്രമാണ് ഉള്ളത്. 27 തവണ ഇതിനെ ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഇതിൽ ഭേദഗതി അമൻഡ് ചെയ്ത കാര്യങ്ങൾ ആദ്യത്തെ 10 അമെൻമെന്റ്സിന് ഭേദഗതികളെയാണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ ഈ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. എന്താണ് ബിൽ ഓഫ് റൈറ്റ്സ്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 7 ആർട്ടിക്കിളുകളാണ് പ്രധാനമായും ബേസിക്കലി ഉള്ളത്. പിന്നീട് ഇത് 27 തവണ ഭേദഗതി ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. ഇതിലെ ആദ്യത്തെ 10 ഭേദഗതികൾ അമെൻമെന്റ്സിനെയാണ് എന്ത് പറയുന്നത്? ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഗണന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഇവിടെ നോക്കിയേ, കാലഗണന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുന്നത്. നമ്മൾ ഈ വേൾഡ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ തന്നെ ഇതിനൊരു ഓർഡർ ഉണ്ട് അല്ലേ. ആദ്യം എന്താണ് നമ്മൾ പഠിക്കുന്നത്? ദ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് അല്ലേ. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ഇതല്ലേ നമ്മൾ ആദ്യം പഠിക്കുന്നത്. രണ്ടാമത് അമേരിക്കൻ റെവല്യൂഷൻ പഠിക്കുന്നു. മൂന്നാമത് നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷൻ പഠിക്കുന്നു. ഈ ഒരു ഓർഡർ അത്യാവശ്യം റിവിഷൻ ചെയ്തിട്ടുള്ളവർക്ക് തന്നെ കിട്ടും. അപ്പൊ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് ഒന്നാമത്തെ ആൻസർ. അതായത് 2 ഒന്നാമത്തെ ആൻസർ. ഈ ഓപ്ഷനിൽ നോക്കിയേ 2 വന്നിട്ടുള്ളത് സിയും ബിയും ആണ്. അപ്പൊ മറ്റേത് 2 നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം കഴിഞ്ഞിട്ട് രണ്ടാമത് വരുന്നത് അമേരിക്ക സ്വാതന്ത്ര്യ സമരമാണ് അല്ലെ. അപ്പോൾ 2 കഴിഞ്ഞിട്ട് 4 വരണം. നോക്കിയേ, ഓപ്ഷൻ സിയിൽ മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ കിട്ടി. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. ഇതിലെ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് നോക്കാം. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടാണ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 ഒക്ടോബർ 1 ശരിയാണ്. യുദ്ധാനന്തരം ചിയാങ് കൈഷക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി ശരിയാണ്. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേ തൂങ് ശരിയാണ്. മാവോ സേ തൂങ്ങിന് ശേഷം ഹുവാ ഗുവോഫെങ് ചൈനയിൽ അധികാരത്തിൽ വന്നു എന്നുള്ളത് തെറ്റാണ്. അപ്പൊ 1, 2, 3 ശരി, 4 മാത്രം തെറ്റ്. നമുക്ക് തെറ്റായതല്ലേ കാണേണ്ടത്? ഓപ്ഷൻ ഡി ആണ് അപ്പോൾ നമ്മുടെ ആൻസർ. അപ്പൊ ചൈനീസ് റെവല്യൂഷനുമായി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ചൈനയെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിലെ ഏറ്റവും വലിയൊരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ചൈനയുടെയും അതിർത്തി ഏതാണ്? മക് മോഹൻ ലൈൻ ആണ് അല്ലെ. മക് മോഹൻ ലൈൻ ആണ് ഇന്ത്യ ചൈന അതിർത്തി. ചൈനീസ് പാർലമെന്റ് അറിയപ്പെടുന്നത് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് എന്നാണ് ചൈനീസ് പാർലമെന്റ് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ചൈനീസ് റവല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിദേശ ആധിപത്യത്തിനും രാജവാഴ്ചയ്ക്കുമെതിരെ നടത്തിയ ഒരു സമരമാണ് ചൈനീസ് സമരം. നടന്ന വർഷം, ചൈനീസ് വിപ്ലവം നടന്ന വർഷം 1911 ആണ് കേട്ടോ. 1911 ചൈനീസ് വിപ്ലവം നടക്കുന്നത്.
ഇനി ചൈനീസ് വിപ്ലവം നടക്കുന്ന സമയത്തെ രാജവംശം മഞ്ജു രാജവംശം അല്ലെങ്കിൽ മാഞ്ചു രാജവംശം എന്ന് പറയും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചൈന ഏറ്റവും കൂടുതൽ സമയം ഡ്യൂറേഷൻ ഭരിച്ചിരുന്ന രാജവംശവും ഈ മാഞ്ചു രാജവംശം തന്നെയാണ്. ചൈനയെ ഏറ്റവും അവസാനം ഭരിച്ച രാജവംശവും ഈ മാഞ്ചു രാജവംശം തന്നെയാണ്. ചൈനീസ് വിപ്ലവ സമയത്ത് ചൈന ഭരിച്ച രാജാവ് ആരാണ്? മാഞ്ചു രാജവംശത്തെ പൂയി രാജാവാണ് കേട്ടോ, പൂയി രാജാവ്. ഇനി ചൈനീസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സംഭവമാണ് കറുപ്പ് യുദ്ധം. കറുപ്പ് വ്യാപാരവും കറുപ്പ് യുദ്ധവും. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ തന്നിട്ട് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് കൂടുതലും ചോദിക്കാറുള്ളത്. അപ്പൊ എന്താണ് കറുപ്പ് യുദ്ധം എന്ന് നോക്കാം. ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ധാരാളമായി കറുപ്പ് ഇറക്കുമതി ചെയ്യുന്നുണ്ടായിരുന്നു. കറുപ്പ് ഒരു ലഹരി വസ്തുവാണ്. ഇതുപയോഗിച്ച് ചൈനക്കാർ ഇപ്പോൾ ഇങ്ങനെയുള്ള ലഹരി വസ്തു ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചൈനക്കാർ ഇതിനെ എതിർക്കാനുള്ള തീരുമാനത്തിലെത്താണ്. ഇംഗ്ലീഷുകാരുടെ കറുപ്പുമായി വന്ന കപ്പലിനെ ചൈന ആക്രമിക്കുന്നുണ്ട്. തൽഫലമായി ഉണ്ടായതാണ് കറുപ്പ് യുദ്ധം. കറുപ്പ് യുദ്ധം നടന്ന വർഷം ഏതാണ്? 1839 മുതൽ 42 വരെയാണ് കറുപ്പ് യുദ്ധം നടന്നത്. കറുപ്പ് യുദ്ധത്തിൽ ചൈന പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ, പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ കറുപ്പ് യുദ്ധം ചൈനീസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഒരു കാര്യമാണ് തുറന്ന വാതിൽ നയം അല്ലെങ്കിൽ ഓപ്പൺ ഡോർ പോളിസി. എന്താണ് തുറന്ന വാതിൽ നയം? അമേരിക്ക ചൈനയിൽ കൊണ്ടുവന്ന ഒരു നയമാണ് ഇത്. അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാനുള്ള അവസരമുണ്ടാക്കിയായിരുന്നു അവരുടെ ലക്ഷ്യം. നയം കൊണ്ടുവന്നത് ജോൺ ഹേ ആണ് കേട്ടോ, ജോൺ ഹേ. ഇത് തുറന്ന വാതിലല്ലേ, നമ്മളെന്ന വാതിലിൽ കൂടെ ഹേ എന്ന് പറയുന്ന ചിന്തിച്ചാൽ മതി. അപ്പൊ ഇതിനൊരു നയം കൊണ്ടുവന്ന എന്താണ്? ജോൺ ഹേ ആണ്. ജോൺ ഹേ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു കേട്ടോ. ഇനി തുറന്ന വാതിൽ നയത്തിൽ പ്രധാനമായും പറയുന്നത് എല്ലാ രാജ്യക്കാർക്കും ചൈനയിലെ കമ്പോളങ്ങളിൽ തുല്യ അവകാശം നൽകുക എന്നായിരുന്നു ഈ ഒരു നയത്തിൽ പറയുന്നത്. അപ്പോൾ തുറന്ന വാതിൽ നയം ചൈനീസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊരു കാര്യമാണ് ബോക്സർ കലാപം. ഇതും ചൈനീസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. 1900-ലാണ് ബോക്സർ കലാപം നടക്കുന്നത്. അപ്പൊ 1911 എന്ത് നടക്കുന്നു? ചൈനീസ് റവല്യൂഷൻ നടക്കുന്നു. അതുപോലെ തന്നെ കറുപ്പ് യുദ്ധം നടക്കുന്നതോ 1839 മുതൽ 42 വരെയാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ബോക്സർ കലാപം അല്ലെ, ബോക്സർ കലാപം നടക്കുന്ന 1900-ലാണ്. എന്താണ് ബോക്സർ കലാപം? വിദേശ ശക്തികളുടെ ആധിപത്യത്തെ മഞ്ജു രാജവംശം അനുകൂലിക്കുകയാണ് ചെയ്തത്. ഇതിനെ ചില രഹസ്യ സംഘടനകൾ ഒത്തുകൂടി എതിർത്തു. ഇതിനെയാണ് ബോക്സർ കലാപം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ ബോക്സർ കലാപം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാല് ഈ കലാപത്തിന്റെ ചിഹ്നം എന്ന് പറയുന്നത് ബോക്സറിന്റെ മുഷ്ടിയായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ ബോക്സർ കലാപം എന്ന് പറയുന്നത്. അപ്പൊ ഈ കലാപം പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞല്ലോ കറുപ്പ് യുദ്ധം പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ബോക്സർ യുദ്ധവും പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1911 ഡോക്ടർ സൺയാസന്റെ നേതൃത്വത്തിൽ പിന്നീട് ചൈനീസ് വിപ്ലവം ആരംഭിച്ചു. സൺയാസൻ എല്ലാ ചെറിയ സംഘടനകളെയും ചേർത്ത് ഒരു പാർട്ടിയാക്കി. ഈ പാർട്ടിയാണ് ചൈനീസ് റവല്യൂഷണറി ലീഗ് എന്ന് പറയുന്നത്. ഈ പാർട്ടിയാണ് പിന്നീട് കുമിന്താങ് പാർട്ടിയായി അറിയപ്പെട്ടിരുന്നത്. അപ്പൊ കുമിന്താങ് പാർട്ടി ആരാണ് ഉണ്ടാക്കിയത്? ഡോക്ടർ സൺയാസൺ ആണ്. ഇത് മാഞ്ചു രാജവംശത്തിനെതിരെ പോരാടുകയും രാജവാഴ്ച അവസാനിക്കുകയും ചെയ്തു. പിന്നീട് 1912-ലാണ് ചൈന റിപ്പബ്ലിക് ഒക്കെ ആകുന്നത്. പിന്നീട് ഡോക്ടർ സൺയാസണിനെ താൽക്കാലിക പ്രസിഡന്റായി അവർ നിയമിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചൈനയെ ആധുനീകരിക്കാൻ സന്യാസൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്തൊക്കെയാണ്? മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യത്വ ശക്തികളെയും പുറത്താക്കുക. ശരിയാണ്. എന്തുകൊണ്ടാണ് മഞ്ജു രാജവംശത്തെ എതിർക്കുന്നത്? അവർ ഈ ആധിപത്യത്തെ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, അതുകൊണ്ടാണ് എതിർത്തത്. ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. ഇതൊക്കെ 1, 2, 3 ശരിയാണ്. എല്ലാം ശരിയാണ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഇപ്പൊ നമ്മൾ ഡോക്ടർ സന്യാസനെ കുറിച്ചിട്ടാണ് പറഞ്ഞു വന്നത് അല്ലേ. കുമിന്താങ് പാർട്ടി ആരംഭിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. മാത്രമല്ല ചൈനീസ് വിപ്ലവത്തിന്റെ ആത്മാചാര്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഡോക്ടർ സന്യാസനാണ്. ചൈനയിൽ കൃഷി വികസിപ്പിക്കാൻ പിന്നീട് റഷ്യ സഹായിക്കുന്നുണ്ട്. 1921 ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചൈനയിൽ രൂപം കൊടുത്തത് മാവോ സെ തൂങ് ആണ് കേട്ടോ. ഇവർ രണ്ടുപേരെ ഓർമ്മ വേണം. ഇപ്പൊ 2 പാർട്ടിയുണ്ട്, കുമിന്താങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. കുമിന്താങ് പാർട്ടി ആരാണ് കൊണ്ടുവന്നത്? ഡോക്ടർ സന്യാസൻ ആണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലോ മാവോ സെ തൂങ് ആണ്. 1921-ലാണ് കൊണ്ടുവരുന്നത്.
പിന്നീട് ഡോക്ടർ സന്യാസൻ 1925 അന്തരിക്കുന്നുണ്ട്. അദ്ദേഹം അന്തരിച്ചതിന് ശേഷം കുമിന്താങ് പാർട്ടിയെ നയിച്ചത്, കുമിന്താങ് പാർട്ടിയുടെ അധികാരത്തിൽ വന്ന് ചിയാങ് കൈഷക്കാണ്. ഓക്കെ, അപ്പൊ രണ്ട് പാർട്ടി ഞാൻ പറഞ്ഞ പോലെ കുമിന്താങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവന്ന് മാവോ സേ തൂങ്ങും, കുമിന്താങ് പാർട്ടി കൊണ്ടുവന്ന സന്യാസൻ. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഈ ഒരു പാർട്ടിയെ രൂപം കൊടുത്ത് നയിച്ചത് ആരാണ്? ചിയാങ് കൈഷക്കാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തുക. നോക്കിയേ, ബോസ്റ്റൺ ടീ പാർട്ടി ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? നമ്മൾ പഠിച്ചതാണ്. അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ ബോസ്റ്റൺ ടീ പാർട്ടി. ഓക്കെ, ഈ അമേരിക്കൻ വിപ്ലവം അവസാനിക്കാൻ കാരണമായ ഒരു ഉടമ്പടിയല്ലേ പാരീസ് ഉടമ്പടി, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ എന്തായാലും 3 ആദ്യം വരില്ല അല്ലെ. അമേരിക്കൻ റവല്യൂഷനിൽ വരുന്ന ഒരു സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. 2 അല്ലേ ആദ്യം വരാൻ സാധ്യതയുള്ളൂ. ഇവിടെ നോക്കിയേ, 2 വരുന്നത് സീല് മാത്രമാണ്. അപ്പൊ തന്നെ നമ്മുടെ ആൻസർ കിട്ടി. എന്നാലും നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് ബോസ്റ്റൺ പാർട്ടിയാണ്. അടുത്തതാണ് നമ്മൾ കോണ്ടിനെന്റൽ കോൺഗ്രസ് 3 ഉണ്ടെന്ന് പറഞ്ഞു, അതാണ് രണ്ടാമത്തത്. പിന്നെ മൂന്നാമത്തെ ഏതാണ്? അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപനം. നമുക്കറിയാം ഇതെല്ലാം അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടാണ് അല്ലേ. ആ റവല്യൂഷൻ എൻഡ് ചെയ്യാനുള്ള കാരണം പാരീസ് ഉടമ്പടിയാണ്. അപ്പൊ അവസാനം അതല്ലേ വരുള്ളൂ. ഇങ്ങനെ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടിയ ഓപ്ഷൻ സി ആണ്. അടുത്ത് നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? തെറ്റായ പ്രസ്താവന നമുക്ക് കണ്ടുപിടിക്കണം. ഏതാണ് ശരിയല്ലാത്തതെന്ന് നോക്കാം. അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. ശരിയാണ്. അന്റോണിയ ഗുട്ടറസ് 2020 ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയെന്നുള്ളത് തെറ്റാണ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്നയിലാണ്. അത് ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ 15 അംഗങ്ങളാണ് നിലവിലുള്ളതെന്നുള്ളത് ശരിയാണ്. അപ്പൊ ഇവിടെ തെറ്റ് 2 മാത്രമാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അടുത്ത് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ ഏതാണ്? കണ്ടോ, ഇങ്ങനെയുള്ള വിപ്ലവങ്ങൾ തന്നിട്ട് ഇത് ഏത് സംഭവങ്ങൾ തന്നിട്ട് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് കൂടുതലും ചോദിക്കുന്നത്. അപ്പൊ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കിയേ, കുമിന്താങ് പാർട്ടി കേട്ടിട്ടില്ലേ? എവിടെയാണ്? ചൈനീസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇത് ഉൾപ്പെടാത്തതല്ലേ. ബോൾഷെവിക്കും മെൻഷെവിക്കും ഒക്കെ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ നമുക്ക് റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരിക്കുന്ന പ്രസ്ഥാനങ്ങളാണ്. അപ്പം ബോൾഷെവിക് പാർട്ടിയൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. ഇനി ഫലാങ് പാർട്ടി, ഇത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതല്ല. മെൻഷെവിക്കും, ബോൾഷെവിക്കും മെൻഷെവിക്കും ഒക്കെ റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. ബന്ധപ്പെടാത്തത് 1ഉം 3ഉം ആണ് അല്ലെ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ.